ചേട്ടാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെള്ളം വീഞ്ഞാക്കിയത് ഒരു അടയാളമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അടയാളങ്ങളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്തുവാ നമ്മുടെ ജീവിതത്തിൽ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ വെള്ളം വീഞ്ഞാക്കി അടയാളങ്ങൾ ആരംഭമായി ഗലീലിലെ കാനാവിൽ വെച്ച് യേശു ചെയ്ത കാര്യം പറഞ്ഞായിരുന്നു. അതിനു മുമ്പ് യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നതിൻ്റെ പർപ്പസ് ഞാൻ പറഞ്ഞു. ഒരടയാളവും അത്ഭുതവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. അടയാളത്തിൻ്റെ പുറകിൽ ഒരു സന്ദേശമുണ്ട്. ഇറ്റ് പോയിന്റ്സ് ടു സംതിങ് എൽസ്. അത്ഭുതം ആ ഒരു മോമെൻറ്റിന് വേണ്ടിയാണ്. പെട്ടെന്ന് കണ്ണു കാണാത്തവന് സൗഖ്യമാകുന്നു, മുടന്തൻ നടക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. പക്ഷെ അടയാളം എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ പുറകിലൊരു സന്ദേശമുണ്ട്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയ ഉദ്ദേശവും ഞാൻ പറഞ്ഞു. യേശു ദൈവത്തിനായ ക്രിസ്തു എന്ന് നിങ്ങൾ അറിയേണ്ടതിനും അറിഞ്ഞിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും ആണ് യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ അടയാളങ്ങളും യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അടയാളങ്ങളെല്ലാം യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശു വന്നതിൻ്റെ പർപ്പസാണ് ആ അടയാളത്തിലൂടെ അവിടെ ചെയ്തത്. എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നു? വെള്ളമായി താൻ രക്തമായിട്ട് തീരുന്നു, അല്ലെങ്കിൽ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി മറുവിലയായി തരാൻ വേണ്ടി വന്നു എന്നുള്ളൊരു കാര്യം അവിടെ വെളിപ്പെടുത്തിയതായിട്ട് അതും നമ്മൾ ചിന്തിച്ചായിരുന്നു. അതിൻ്റെ സർഫസ് ലെവലിൽ നമ്മൾ ചിന്തിക്കണം. നമ്മൾ വചനം പഠിക്കുമ്പോൾ വചനത്തിന് അനേക ലെയറുകളുണ്ട്. അനേക മെസ്സേജ് നമുക്കൊരു പോർഷനിൽ നിന്ന് തന്നെ, ഒരു ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ബേസിക്കായിട്ട് ചില ആ വിഷയത്തോടനുബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ശുദ്ധീകരണ നിയമം അനുസരിച്ച് 6 കൽപാത്രം, പുറത്തിരുന്ന കൽഭരണികൾ എന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു അല്ലേ. അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് നിലത്തെ പൊടി കൊണ്ടാണ്. പുറമേയുള്ള മനുഷ്യനെ, നമ്മുടെ ആത്മമനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും, ദൈവത്തിൻ്റെ പ്രാണൻ, ദൈവത്തിൻ്റെ ശ്വാസമതി നമ്മുടെ പ്രാണൻ. എന്നാൽ നിലത്തെ പൊടി കൊണ്ടാണ് ഈ ശരീരം നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ബോഡി ഈസ് ഫ്രം ദ എർത്ത്. ഓക്കെ, അപ്പം മണ്ണുകൊണ്ടുള്ള ശരീരം. അപ്പോൾ ഈ കൽപാത്രങ്ങളും മണ്ണുകൊണ്ടുള്ള കൽപാത്രങ്ങളാണ്. ഈ കൽപാത്രങ്ങളിലാണ് വെള്ളം നിറയ്ക്കുന്നത്. ഇപ്പോൾ വെള്ളം ദൈവത്തിൻ്റെ വചനമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ആ വാക്യങ്ങളെല്ലാം ഓർമ്മ കാണുമല്ലോ അല്ലേ. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമായിരുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ജഡമായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 14-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ വചനമായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചപ്പോൾ സങ്കീർത്തനം 22-ന്റെ 14-ാം വാക്യം നമ്മൾ വായിച്ചു. ഇതാ ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു അല്ലേ. എഫേസ് ലേഖനം എല്ലാം ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കെല്ലാം കാണുമ്പോൾ അവിടെയും വചനം വെള്ളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ ശുദ്ധീകരിക്കേണ്ടതിനും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യവും യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പോൾ വചനത്താലുള്ള കഴുകൽ ഇതെല്ലാം അതിനെ കാണിക്കുന്നു. അപ്പോൾ വെള്ളം വചനമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു മെസ്സേജ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ മൺപാത്രങ്ങളാണ് അല്ലേ. ആ ഒരു വാക്യം കൂടി വേണമെങ്കിൽ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ ആ വാക്യമുണ്ട്. 2 കൊരിന്ത്യൻസ് 4:7 ഒന്ന് കിട്ടിയാൽ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്ന വിഷയമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനം അത്ര എന്ന് പറയേണ്ടതിന് ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. അപ്പോൾ ഈ മൺപാത്രങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ മൺപാത്രത്തിൽ നമുക്ക് വെള്ളം നിറയ്ക്കണം. അപ്പോൾ അത് വിരുന്നുവാഴി രുചിച്ച് നോക്കി അത് വിളമ്പിയപ്പോൾ എന്തായിട്ട് മാറി? വീഞ്ഞായിട്ട് മാറി. അപ്പം നമ്മൾ വചനം പല സ്ഥലത്തു നിന്നും നമ്മൾ കേൾക്കും. ഞാൻ നിങ്ങളെ വചനം പഠിപ്പിക്കുന്നു, നമ്മൾ അനേക കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു അറിവാ പറഞ്ഞു, എനിക്ക് കിട്ടിയ വെളിപ്പാടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് അത് ഒരു അറിവായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഈ അറിവ് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കതൊരു വെളിപ്പാടായിട്ട് മാറണം.
അത് മന്നയുടെ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോഴേക്കും ദൈവം അവർക്ക് മന്ന പൊഴിച്ചു കൊടുക്കും രാവിലെ, അല്ലേ? രാവിലെ മന്ന പൊഴിക്കുമ്പോഴേക്കും മന്ന അവർ പെറുക്കി അവർക്ക് വേണ്ടുന്ന പെറുക്കിയെടുക്കണം. ദാറ്റ് ഈസ് റെപ്രസെന്റ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനത്തെ അത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന വചനം നമ്മൾ തന്നെ പെറുക്കിയെടുക്കണം. പെറുക്കിയെടുത്തിട്ട് അതൊരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. മന്ന വെറുതെ കഴിക്കുകയല്ല, അത് കലത്തിലിട്ട് പുഴുങ്ങിയോ ഉരലിട്ട് ഇടിച്ചോ എണ്ണ ചേർത്ത ദോശ പോലെ അതൊരു പ്രോസസ്സിലൂടെ കടന്നുപോയാൽ മാത്രമേ അത് നമുക്ക് എഡിബിളായിട്ട് മാറത്തുള്ളൂ. അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഈ വചനം വായിച്ചിട്ട് നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, എന്താ ഇത് പറഞ്ഞിരിക്കുക. എല്ലാവരും വചനമൊക്കെ വായിക്കുന്നവരാണ്. ചിലർ ഒരു അധ്യായമൊക്കെ വായിക്കും, ചിലർക്ക് വചനം മുഴുവൻ വായിച്ചെടുക്കണം. ഇങ്ങനെ ഒരു ഇയർലി റീഡിംഗ് പ്ലാൻ, ഇതെല്ലാം നല്ലതാണ്. പക്ഷേ രാപ്പകൽ വചനം ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണെന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ വായിക്കണം, പക്ഷെ വായിച്ചാൽ നമുക്ക് മനസ്സിലായില്ലെങ്കിലോ? അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ അധികം വായിച്ചില്ലെങ്കിലും വായിക്കുന്നത് നമുക്ക് മനസ്സിലാകണം. അപ്പം അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മളത് ധ്യാനിക്കുമ്പോൾ, അല്ലേ? നമ്മൾ ആ വചനം എടുത്ത് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഓക്കെ, അത് ബൈ ഹാർട്ടായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പിന്നെയും നമ്മൾ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ടേക്ക് ഇറ്റ് ആസ് പേഴ്സണൽ, അല്ലേ? അപ്പം എൻ്റെ ജീവിതത്തിലൊരു മുട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ ഇടയൻ്റെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല. എനിക്ക് മുട്ടുണ്ട് ചില വിഷയങ്ങളിൽ, എനിക്ക് ഭാരമുണ്ട്, എനിക്ക് പ്രയാസമുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് നടക്കുന്നത്. എൻ്റെ ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാനവയെ നടത്തുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലൊരു വാക്യമാണ്, അല്ലേ? അപ്പം നമ്മൾ ആടുകളെ കർത്താവ് യേശുക്രിസ്തു ഇടയൻ. അപ്പം ഇടയൻ പറയുക, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലെങ്കിൽ വേർ ഇസ് ദ പ്രോബ്ലം? നമ്മുടെ ട്യൂണിങ്ങിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ട്യൂണിങ്ങിന് ഞാൻ പണ്ടിങ്ങനെ പറയുന്ന പോലെ നമ്മൾ റേഡിയോക്ക് വെക്കുമ്പോൾ ഫൈൻ ട്യൂണിങ്ങിൽ ആ കറക്റ്റ് സ്റ്റേഷൻ്റെ ഫ്രീക്വൻസി വെച്ചാൽ മാത്രമേ ആ സ്റ്റേഷനിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവം ഈ ലോകത്തിലെ പല കാര്യങ്ങളിലൂടെ പ്രപഞ്ചത്തിലൂടെ നമ്മൾ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അതിനെ ട്യൂൺ ചെയ്യുന്നതനുസരിച്ച് നമുക്കത് ശബ്ദം കേൾക്കാൻ പറ്റും. ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെ. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാണ്, ഇതിന് മാറ്റമില്ലാത്തതാണ്. ആകാശം ഭൂമി മാറിപ്പോയാലും ഈ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരികയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പോഴേക്കും നമ്മളത് മെഡിറ്റേറ്റ് ചെയ്യണം. അത് ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമെന്ന് പറയുന്നത് മന്നയുടെ പ്രിൻസിപ്പിൾ പറഞ്ഞ പോലെ നമ്മളിതൊരു വാക്യം വായിച്ചു, അത് പ്രോസസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകണം. കടന്നു പോയിട്ട് അത് നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ വീഞ്ഞിൻ്റെ അനുഭവമായിട്ട് മാറണം. മനസ്സിലായില്ലേ? അപ്പോൾ വീഞ്ഞിൻ്റെ എൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ അർത്ഥം, എൻ്റെ റിസൾട്ട് മനുഷ്യനെയും ദൈവത്തെയും പ്രസാദിപ്പിക്കുന്ന രസമായിട്ട് വീഞ്ഞിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവ് അന്ത്യത്താഴത്തിൽ പാനപാത്രത്തിൽ വീഞ്ഞെടുത്തിട്ട് പറയുന്നു, ഇതെൻ്റെ രക്തം, പുതിയ ഉടമ്പടിയിലെ നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തം എന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പം കർത്താവ് വന്നത് രക്തത്തിലാ ജീവൻ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. അപ്പോൾ പറഞ്ഞതിൻ്റെ സാരം ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അല്ലേ ചോദിച്ചത്. അപ്പോൾ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ഇത് നമുക്ക് അറിവായിട്ട് കിട്ടുന്നു. ആ അറിവ് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജീവൻ കിട്ടത്തില്ല. ഇത് നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പാടായിട്ട് കിട്ടി. ഓക്കെ, ഇതപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിട്ട് നമ്മളിത് പ്രോസസ്സ് ചെയ്ത് ഈ വചനം ജീവനായിട്ട് മാറിയിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു അറിവായിട്ടല്ല നിങ്ങൾ വേറൊരാൾക്ക് ഇത് കൊടുക്കുന്നത്. ഇത് എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചൊരു അറിവായിട്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്ന കാര്യമായിട്ട്, അപ്പോൾ ഇത് ജീവനാണ്. അത് പകർന്നു കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ജീവൻ ലഭിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് അറിവായിട്ടിരിക്കും, വേറൊരു പ്രസംഗം കേട്ടു, അതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ വചനം പറയുന്നു, അറിവ് ചീർപ്പിക്കും, അല്ലേ? അപ്പോൾ കർത്താവ് യേശുക്രിസ്തു യോഹന്നാൻ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. അപ്പോൾ ഇത് കഴിക്കുന്നതോടെ നമുക്ക് ജീവൻ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകണം. അപ്പോൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, യെസ്, അപ്പോൾ ഈ മൺകൂടാരമാകുന്ന നമ്മളുടെ ശരീരത്തിൽ, നമ്മുടെ ലൈഫിലേക്ക് ദൈവത്തിൻ്റെ വചനം പല ജീവിതങ്ങൾ ഒഴിക്കുന്നുണ്ട്. ഇത് നിറയ്ക്കുന്നുണ്ട്. ഇത് വക്കോളമുണ്ട് പലപ്പോഴും, അല്ലേ?
പണ്ടൊരു ദേവദാസൻ പറഞ്ഞ പോലെ വിശ്വാസകോളത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചെവി കുലുക്കി കഴിഞ്ഞാൽ യെശയ്യാപ്രവചനം താഴെ വീഴും, ഇപ്പോഴത്തെ എസെക്കിയേൽ വീഴും, വാക്യങ്ങളെല്ലാം അറിയാം. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്ക് ജീവനായിട്ട് മാറുന്നുണ്ടോ, ഇല്ലെങ്കിൽ അവരുടെ സോളിഷനിലെത്തിയാണെന്ന് ടച്ച് ചെയ്യുന്നത്. ഇത് മറ്റുള്ളവർക്ക് ജീവനായിട്ട് കിട്ടണം, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു സിമ്പിൾ പ്രാക്ടിക്കൽ ലെവലായിട്ട് നമുക്കത് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ അനേക ദേവദാസന്മാരിൽ നിന്ന് വചനം കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. എന്നാൽ അവരിനെല്ലാം കിട്ടുമ്പോഴേക്കും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ വചനമുള്ള ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് യു നീഡ് ടു സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. എന്നിട്ട് ഹോളി സ്പിരിറ്റ് എണ്ണ ചേർത്ത ദോശ പോലെ ഇത് ടേസ്റ്റാക്കിയത് മാറ്റണം, അല്ലേ? മന്ന പെറുക്കി അതേപോലെ അവർക്ക് ദോശ അതേപോലെ അവർ കഴിച്ചെന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എണ്ണ ചേർത്ത ദോശ പോലെ ആക്കി. അപ്പോൾ ആ പ്രോസസ്സിലൂടെ കടന്നു പോകണം. അപ്പോൾ വചനം നമ്മളുടെ അകത്ത് അത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളത് വിളമ്പി കൊടുക്കുമ്പോഴേക്കും മറ്റുള്ളവർക്ക് അത് വീഞ്ഞിന് അനുഭവമായിട്ട്, ഇല്ലെങ്കിൽ അവർക്ക് ജീവനായിട്ട് ഇത് മാറണം. ഇല്ലെങ്കിൽ ഇതൊരു അറിവ് പോലെ ഇരിക്കും. അറിവ് ചീർപ്പിക്കും, ആത്മാവിന് മാത്രമേ ജീവിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അതൊരു സിമ്പിൾ പ്രാക്ടിക്കൽ ലെവലായിട്ട്. അപ്പോൾ ഈ അടയാളങ്ങളുടെ വിഷയം നമ്മൾ ഉൽപ്പത്തി മുതൽ പഠിച്ചാൽ നമുക്കിത് കാണാം. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് ചിന്തിക്കാം. അടയാളങ്ങൾ ത്രൂ ഔട്ടുണ്ട് ബൈബിളിൽ. പല കാര്യങ്ങൾ നമുക്ക്, അനേക അടയാളങ്ങൾ നമുക്ക് ചിന്തിക്കാം കേട്ടോ. അടുത്ത സമയം ഒത്തിരി ആയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് യെസ്, you need to get the word of God. ഞാൻ പഠിപ്പിച്ചതായാലും എവിടെ നിന്ന് നിങ്ങൾ കേട്ടതാണെങ്കിലും അനേക ദേവദാസന്മാരുടെ പ്രസംഗം കേട്ടതാണെങ്കിലും you need to get that as a life in your life. എന്നാൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് ജീവനായിട്ട് അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു മെസ്സേജ് കേട്ടു, പുതിയൊരു ക്ലാസ് കേട്ടു എന്നുള്ള അനുഭവത്തിൽ നമ്മൾ നിൽക്കും. ഓക്കെ, അപ്പോൾ ഈ മൺപാത്രത്തിൽ പുറത്തിരുന്ന കൽഭരണികളിൽ വെള്ളം നിറച്ചതുപോലെ തന്നെ ഈ മൺപാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് യെസ്, when you serve others, നമ്മൾ വചനം ഒരാളെയാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു കൂട്ടത്തോടെ പ്രസംഗിക്കുമ്പോഴാണെങ്കിലും അവർക്കത് ജീവനായിട്ട് കിട്ടണം. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും ഇങ്ങനെ വചനം കേട്ട് മാത്രം ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ there is no life in it. അപ്പോൾ അത് ജീവനായിട്ട് ആളുകൾക്ക് ലഭിക്കാൻ ഇടയാകണം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. God bless.